ഹലോ ടീച്ചർമാരെ, മാഷുമാരെ, സയൻസ് വിത്ത് ജാംസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇനി നടക്കാൻ പോകുന്ന LPSA പരീക്ഷയെ മുൻനിർത്തിയിട്ടാണ് ഇപ്പോഴുള്ള ഈ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോ LPSA പരീക്ഷയ്ക്ക് വന്നവരെ വളരെയധികം കുഴപ്പിച്ച അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന LPSA ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ 045 2022. ഇപ്പൊ 2022 നടന്നിട്ടുള്ള ഈ LPSA എക്സാമിലെ സയൻസ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് പരിചയപ്പെടുന്നത് ശരിക്കും വളരെ എഫക്റ്റീവ് ആയിരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. കാര്യം കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ UPSA അപേക്ഷിച്ച് LPSA ഇത്തിരി ടഫായിട്ടാണ് സയൻസ് സബ്ജക്റ്റിൽ നമുക്ക് കാണാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത ഡാഷ് ഡെസിബലിൽ കൂടുതലാണ്. അപ്പൊ എത്ര ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദമാണ് മനുഷ്യന്റെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം വന്നിട്ടുള്ളത് 120 ഡെസിബൽ ആണ്. അപ്പൊ 120 ഡെസിബലിന് മുകളിലുള്ള ശബ്ദമാണ് ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത്, ചെവിക്ക് വേദന. എന്നാൽ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ 1-2 പോയിന്റ് കൂടി പഠിച്ചിരിക്കുക. 90 ഡെസിബലിന് മുകളിലാകുമ്പോഴാണ് ശബ്ദ മലിനീകരണം വരുന്നത് കേട്ടോ. അപ്പൊ 90 ഡെസിബലിന് മുകളിലാകുമ്പോൾ അത് ശബ്ദ മലിനീകരണമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ശബ്ദത്തിന്റെ ഉച്ചത അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ. ഇനി ശബ്ദത്തിന്റെ ഉച്ചത അളക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെസിബൽ മീറ്റർ എന്ന് പറയാം. ഡെസിബൽ മീറ്റർ ശബ്ദത്തിന്റെ ഉച്ചത അളക്കുന്ന ഉപകരണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനാണ്? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ ഇടയ്ക്കൊക്കെ ചില ഈസി ക്വസ്റ്റ്യൻസും കാണുമല്ലോ. നമുക്കറിയാം എണ്ണ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഘർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങളാണ് ലൂബ്രിക്കന്റുകൾ യൂസ് ചെയ്യുക. അതിൽപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ എണ്ണ ഇടുക അല്ലെങ്കിൽ ഗ്രീസ് ഇടുക എന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരു മെത്തേഡാണ് ധാരാരഹിതമാക്കൽ. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു സ്നേഹകം ഉപയോഗിക്കൽ അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് ഉപയോഗിക്കൽ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് ധാരാരഹിതമാക്കൽ. ധാരാരഹിതം എന്ന് പറഞ്ഞാൽ എന്താ? ചലനത്തിനനുസരിച്ച് വസ്തുക്കളുടെ ആകൃതിയിൽ വ്യത്യാസം വരുത്തുന്നതിനെയാണ് വിമാനത്തിന്റെ ഷേപ്പ്, ബോട്ടിന്റെ ഷേപ്പ് അല്ലെ, ഇതൊക്കെ ഇങ്ങനെ മുൻഭാഗം കൂർത്തിരിക്കുന്നതാവുന്ന ഇങ്ങനത്തതിനെയാണ് നമ്മൾ ധാരാരഹിതമാക്കൽ എന്ന് പറയുക. ദെൻ മൂന്നാമത്തതാണ് ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുക. ബോൾ ബെയറിങ്ങുകൾ ഇതെല്ലാം ഘർഷണം കുറയ്ക്കാനുള്ള ചില മാർഗങ്ങളാണ്. ഓക്കെ, പിന്നെ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൗഡർ യൂസ് ചെയ്യും. ക്യാരം ബോർഡിൽ ക്യാരം പൗഡർ യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഘർഷണം കുറയ്ക്കാനായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് നോക്കി ഏതൊക്കെയാണ് ഓപ്ഷൻ? സ്ഥാനാന്തരം, ത്വരണം, വേഗം, പ്രവേഗം. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. ഇത് സദിശ അളവും അദിശ അളവുമാണ് ഇവരിതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തന്നിരിക്കുന്നതിൽ 3 സദിശ അളവും 1 ദിശയില്ലാത്ത അളവുമാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്, കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത് വേഗതയാണ്. വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എത്ര ദൂരമാണോ ആ ദൂരം ബൈ സമയത്തിനെയാണ് നമ്മൾ വേഗത എന്ന് പറയുന്നത്. എന്നാലോ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ്, ഒരു ഭാഗത്ത് നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് പ്രവേഗം എന്ന് പറയുന്നത്. ഇനി നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവേഗത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് ത്വരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗമാണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 4ാമത്തെ ചോദ്യം.
ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെ പറയുന്ന പേര്, അതിന്റെ ഉത്തരം വശകത അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി എന്നാണ്. അപ്പൊ എത്രത്തോളം ഒരു കാന്തത്തിന്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എത്തുമ്പോൾ ഒരു കാന്തിക വസ്തു കാന്തമായി മാറുന്നതിനുള്ള അവരുടെ സസെപ്റ്റിബിലിറ്റി, അതാണ് അവയുടെ ആ ഒരു കഴിവിനെ, കാന്തമായി മാറാനുള്ള കഴിവിനെ പറയുന്ന പേര് വശകത എന്നാണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറമെന്ത്? ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറമെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ബഹിരാകാശ സഞ്ചാരി അല്ലെങ്കിൽ അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒക്കെ ഉത്തരം ഏതാണ് വരുന്നത്? കറുപ്പാണ്. അന്തരീക്ഷം ഉള്ളത് കൊണ്ടും വിസരണം സംഭവിക്കുന്നത് കൊണ്ടുമാണ് നമുക്ക് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സമുദ്രം നീല നിറത്തിൽ കാണപ്പെടുന്നതിന്റെ ഒക്കെ കാരണം എന്താണ്? അതിനൊക്കെ കാരണമായിട്ട് വരുന്നത് വിസരണമാണ്. എന്നാൽ അന്തരീക്ഷം ഇല്ലാതിരുന്നാൽ ഈ വിസരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആകാശമൊക്കെ കറുത്ത നിറത്തിലാണ് കാണുക. ഓക്കെ ആണ്. കറുപ്പ് എന്ന് പറയുമ്പം എല്ലാ നിറങ്ങളെയും അബ്സോർബ് ചെയ്യുന്നതും കറുപ്പ് നിറമാണ്. എന്നാൽ എല്ലാ നിറങ്ങളെയും റിഫ്ലക്ട് ചെയ്യുന്നത്, പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ളയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിനായി 8 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. ഒരു കാര്യം ഓർക്കുക, ഡെന്റിസ്റ്റുകൾ അതുപോലെ തന്നെ ENT സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ആണെന്ന് ഓർത്തിരിക്കുക. കോൺകേവ് മിറർ. ഓക്കെ, ഡെന്റിസ്റ്റുകൾ, ENT ഡോക്ടേഴ്സ് ആർക്ക് ലാമ്പ്, സെർച്ച് ലൈറ്റ്, റിഫ്ലക്റ്റീവ് ടെലസ്കോപ്പ്, ഇതിലെല്ലാം കോൺകേവ് മിറേഴ്സ് ആണെന്ന് പഠിക്കുക. ഓക്കെ, ദെൻ പല്ല് നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെന്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നുവെങ്കിൽ ആ പ്രതിബിംബത്തിന്റെ ആവർധനം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഉത്തരം വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഏഴാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം ഉപയോഗിക്കുന്നത്? പ്ലവക്ഷമ ബലം, ബോയൻസ് ഫോഴ്സ്. അതായത് ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ ദ്രവം ആ വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലത്തിന് പറയുന്ന പേരാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ബോയൻസ് ഫോഴ്സ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അതിന്റെ ആ ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ വിസ്കോസിറ്റി ഒക്കെ കൂടുന്നതിനനുസരിച്ച് ഈ പ്ലവക്ഷമ ബലം കൂടുകയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിൽ ഒന്നായ GJ367b ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഉത്തരം, എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം 31 പ്രകാശവർഷം അകലെയാണ്. 31 പ്രകാശവർഷം അകലെയാണ് എന്നാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 9ാമത്തെ ചോദ്യം. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം. ഓക്കെ, അത് കായംകുളമാണ്. ഇതിനൊക്കെ നമുക്ക് അത്ര അധികം എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യം വരുന്നില്ല. എക്സ്പ്ലനേഷൻ വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്ക് അത് കുറച്ച് സമയം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം ഇത് പറഞ്ഞു പോകുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10. 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ചു കിട്ടുന്ന 130 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിന്റെ മാസ് ശതമാനം എത്രയാണ്? മാസ് പെർസെന്റേജ് കാണുവാനുള്ള ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ, അപ്പോ മാസ് പെർസെന്റേജ് എങ്ങനെയാണ് കാണേണ്ടത്? ഇവിടെ ഒരു കാര്യം നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ലീനത്തിന്റെ മാസ് തന്നിട്ടുണ്ട്. എത്ര ഗ്രാം ലായനിയിലാണ് ലയിപ്പിച്ചതിനു ശേഷം കിട്ടുന്ന ലായനിയുടെ അളവ്, ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒരളവ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, നമ്മളെ വെറുതെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് മാസ് പെർസെന്റേജ് കാണുക എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, മാസ് പെർസെന്റേജ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ? മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാ കണ്ടെത്താന്നറിയോ? മാസ് ഓഫ് ദ കോമ്പോണന്റ്, ഏതാണോ അതിൽ ലയിച്ചിട്ടുള്ളത്, മാസ് ഓഫ് ദ
കോമ്പോണന്റ്. അല്ലെങ്കിൽ നമുക്കത് മലയാളത്തിൽ എഴുതാം. ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ, അതിന് എന്തുകൊണ്ടാണ് ഹരിക്കേണ്ടതെന്ന് അറിയോ? ടോട്ടൽ ലായനിയുടെ മാസുമായിട്ടാണ് കേട്ടോ, മാസ് ഓഫ് ദ സൊല്യൂഷൻ. അപ്പോ ലായനിയുടെ ആകെ മാസ് ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെന്റേജ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിൽ ഇതിന്റെ മാസ് പെർസെന്റേജ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. ലീനത്തിന്റെ മാസ് എത്രയാ തന്നിട്ടുള്ളത്? 30 ഗ്രാം ആണ് അല്ലെ. സോ 30 ഗ്രാം ഡിവൈഡഡ് ബൈ ലായനിയുടെ ആകെ മാസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ലായനിയുടെ ആകെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 150 ഗ്രാം ആണ്. 150 ഗ്രാം ഇൻറ്റു 100 മറന്നു പോകരുത്. ഇൻറ്റു 100. ഇത് നമുക്ക് എങ്ങനെയായാലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വെട്ടിച്ചുരുക്കാവുന്നതേ ഉള്ളൂ. 50 വെച്ച് വെട്ടിച്ചുരുക്കുകയാണെങ്കിൽ ഇവിടെ 3, ഇവിടെ 2, ദെൻ ഇവിടെ വെട്ടിച്ചുരുക്കിയാൽ 10. 10 ഇൻറ്റു 2 എന്ന് പറയുന്നത് 20. സോ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 20. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഓർത്തിരിക്കേണ്ടത്. ആദ്യം ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലായനിയുടെ മാസ് ഇൻറ്റു 100 ആണ് അതിന്റെ ഉത്തരം വരുന്നത്. ഓക്കെ, 10ാമത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞ് നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. വൈദ്യുത വിശ്ലേഷണ ഫലമായി ഇലക്ട്രോഡിൽ സ്വതന്ത്രമാകുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോഡിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവിന് നേർ അനുപാതത്തിൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോഡ്. അപ്പൊ അതിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവിന് നേർ അനുപാതത്തിലായിരിക്കും ഇലക്ട്രോഡിൽ സ്വതന്ത്രമാകുന്ന പദാർത്ഥത്തിന്റെ അളവ്. ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കും അല്ലേ? മാലക്കൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഇതിപ്പോ തൊട്ടു മുന്നേ നടന്ന എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പഠിച്ചു പോകുന്നത് വളരെ എഫക്റ്റീവ് ആണെന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. അപ്പൊ മാലക്കൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? നമ്മൾ ഇനി ഇത് വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. സ്വർണവും വെള്ളിയും മാത്രമല്ല, വേണമെങ്കിൽ ചെമ്പും മാലക്കൈറ്റ് ഉപയോഗിക്കാം. മാല എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ 13ാമത്തെ ചോദ്യം മറ്റൊരു ടഫ് ക്വസ്റ്റ്യൻ അല്ലേ. ഇതൊരു സാധാരണ നമ്മളൊരു LPSA എക്സാമിന് പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ്. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണമാണ്. ആദ്യം എന്താണ് ഓർബിറ്റൽ എന്ന് മനസ്സിലാക്കാം. ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലയെ പറയുന്ന പേരാണ് ഓർബിറ്റൽ. ഏറ്റവും സാധ്യതയുള്ള ഏരിയ. അപ്പൊ ഇത് കാണുന്നതിന് മുൻപ് നമ്മൾ ഇതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി പഠിച്ചിരിക്കണം. എന്നാലാണ് നമുക്ക് നേരെ ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആദ്യം ആറ്റത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഷെല്ലുകളിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണോ പ്രധാന ഷെല്ലുകൾ K, L, M, N എന്നിവയാണ്. അപ്പൊ ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. K, L, M, N എന്നിവയാണ് പ്രധാന ഷെല്ലുകൾ. ഇനി ഓരോ ഷെല്ലുകളിലും നമുക്ക് സബ് ഷെല്ലുകൾ ഉണ്ട് എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. സബ് ഷെല്ലുകൾ K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പഠിക്കാം. അതിന് നമുക്ക് 2n² എന്ന് പറയുന്ന ഫോർമുല ഉണ്ട്. അപ്പൊ 2n² എന്ന് പറയുന്ന ഫോർമുല വെച്ച് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വീതമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ 2, L-ൽ 8, M-ൽ 18, N-ൽ 32 വീതം ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത്. ഇനി അടുത്തതാണ് സബ് ഷെല്ലുകൾ അല്ലേ. ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓരോരുത്തർക്കും സബ് ഷെല്ലുകളുണ്ട്. പ്രധാന സബ് ഷെല്ലുകൾ S, P, D, F എന്നിവയാണ്. എല്ലാ ഷെല്ലുകൾക്കും എല്ലാ സബ് ഷെല്ലുകളും ഇല്ല. K ഷെല്ലിന് S സബ് ഷെല്ല് മാത്രം മതി, കാരണം ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ.
ദെൻ എൽ ഷെല്ലില് എസ് സബ് ഷെല്ലും പി സബ് ഷെല്ലും കാണും. എമ്മിന് എസ് പി ഡി ഇങ്ങനെ 3 സബ് ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകൾ ഉള്ളത്. എൻ ഷെല്ലിലെ 32 ഇലക്ട്രോണുകൾ എസ് പി ഡി എഫ് എന്നീ 4 സബ് ഷെല്ലുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഓരോ സബ് ഷെല്ലുകളിലെയും ഇലക്ട്രോണുകളുടെ എണ്ണവും നമുക്ക് പഠിക്കാവുന്നതാണ്. ഈ സിമ്പിൾ ആണ്. എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ദെൻ എസ് സബ് ഷെല്ലിൽ 2, പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്, ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോണും എഫ് സബ് ഷെല്ലിൽ 14 ഇലക്ട്രോണുകളുമാണ്. ഓരോ സബ് ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം മനസ്സിലാക്കണമെങ്കിൽ തൊട്ടു മുന്നത്തെ ഷെല്ലിലെ ഇലക്ട്രോണിനെ ഇതിൽ നിന്ന് കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ 8ൽ നിന്ന് 2 കുറച്ചാൽ 6, അതാണ് പി സബ് ഷെല്ലിൽ വരുന്നത്. 18ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 10, അതാണ് ഡി സബ് ഷെല്ലിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകളിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം പഠിച്ചിരിക്കെ ഇത് സാധാരണയായിട്ട് ചോദിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഓരോന്നിന്റെയും കറക്റ്റ് എണ്ണം നമുക്ക് കിട്ടും. കെ ഷെല്ലിലെ ടോട്ടൽ ഇലക്ട്രോണിന്റെ എണ്ണം 2. ഓക്കെ, ദെൻ എൽ ഷെല്ലിലാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 8, എമ്മിലാണെങ്കിൽ 2 മാറും 8ഉം 10ഉം 18, വീണ്ടും 2 മാറും 10ഉം 14 32. ഓക്കെ, കണക്കൊക്കെ ടാലിയാണ്. അങ്ങനെ സബ് ഷെല്ല് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലയെ പറയുന്ന പേരാണ് ഓർബിറ്റൽ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. 2. ഓരോ ഷെല്ലുകളിലും ഓരോ സബ് ഷെല്ലുകളിലും എത്ര ഓർബിറ്റലുകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ 2 ചെയ്താലും മതിയാകും. നോക്കൂ, എസ് സബ് ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇവിടെ എത്ര ഓർബിറ്റലേ കാണുള്ളൂ? 1 ഓർബിറ്റൽ. എസ് സബ് ഷെല്ലിൽ 1 ഓർബിറ്റൽ. പി സബ് ഷെല്ലിലാണെങ്കിലോ 6 ഇലക്ട്രോണുകളാണ്. സോ 3 ഓർബിറ്റലുകൾ ആയിരിക്കും. ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോണുകൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ 5 ഓർബിറ്റലുകൾ. എഫ് സബ് ഷെല്ലിൽ 14 ഇലക്ട്രോണുകൾ, അതുകൊണ്ട് തന്നെ 7 ഓർബിറ്റലുകളായിരിക്കും. ഇനി നേരിട്ട് ഓരോ ഷെല്ലുകളിലെ ഓർബിറ്റലുകളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിലോ, നോക്കൂ, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് കെ ഷെല്ലിലും എത്ര ഓർബിറ്റലുകളാണുള്ളത്? കെ ഷെല്ലിൽ 1 ഓർബിറ്റൽ. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ എൽ ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം 4. എം ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം 18/2 എന്ന് വരും, അതായത് 9. എൻ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ ഓർബിറ്റലുകളുടെ എണ്ണം 32/2, അതായത് 16 എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമ്മൾ ക്വാണ്ടം നമ്പറിലേക്ക് പോകുന്നത്. ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഈ ഷെല്ലുകളുടെയും സബ് ഷെല്ലുകളുടെയും ഓർബിറ്റലുകളുടെയും നമ്പറിന് പകരം അല്ലെങ്കിൽ അവരുടെ പേരിന് പകരം അവർക്ക് നമ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നതാണ്. ക്വാണ്ടം നമ്പേഴ്സിൽ പ്രധാന ക്വാണ്ടം സംഖ്യ എന്ന് പറയുന്നത് n പ്രിൻസിപ്പൽ ക്വാണ്ടം സംഖ്യയാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം സംഖ്യ നമ്മൾ n എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് n എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്വാണ്ടം നമ്പർ n സമം 1 എന്ന് പറയുന്നത് കെ ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, n സമം 2, n 3, n 4 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവയൊക്കെ യഥാക്രമം സൂചിപ്പിക്കുന്നത് എൽ ഷെൽ, എം ഷെല്ല്, എൻ ഷെല്ല് എന്നിവയാണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ എന്നാണ് ക്വസ്റ്റ്യൻ. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ അത് എൻ ഷെല്ലാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയല്ലോ. ഇപ്പോ എൻ ഷെല്ലാണ്. ഇനി എൻ ഷെല്ലിലുള്ള ഓർബിറ്റലുകളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. സോ നമുക്ക് എൻ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അറിയാമല്ലോ. എൻ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ ഇവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്, 32 ആണ്. സോ അതിലെ ഓർബിറ്റലുകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം? 32/2 16. അപ്പൊ മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ അതിലെ ഓർബിറ്റലുകളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16. മുഖ്യ ക്വാണ്ടം സംഖ്യ നമുക്ക് വേറൊരു ഉദാഹരണം കൂടെ ചെയ്തു നോക്കാം. മുഖ്യ ക്വാണ്ടം സംഖ്യ 2 ആയാൽ അതിലെ ഓർബിറ്റലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ എങ്ങനെ ചെയ്യും? n സമം 2 എന്ന് പറയുന്നത് L രണ്ടാമത്തെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ല് L ഷെല്ലാണ്. L ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്.
8ആണ്. അപ്പൊ അതിലെ ഓർബിറ്റലുകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്തും? 8/2 4. ഓക്കെ ആണ്. ഇപ്പൊ മനസ്സിലായതാണല്ലോ എങ്ങനെ ചെയ്യാമെന്ന്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, 16. ഓക്കെ, മറ്റു ക്വാണ്ടം സംഖ്യകളും നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് വേറൊരു ക്ലാസ്സിൽ ക്വാണ്ടം സംഖ്യകളെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ അടുത്തത്, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സമ ഇലക്ട്രോണിക് സ്പീഷീസ്. സമ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായവയെയാണ് സമ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മൂലകങ്ങളുടെ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട മൂലകങ്ങളുടെ ഒക്കെ അറ്റോമിക നമ്പർ പരിചയപ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്സിജന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 8ആണ്. ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8ആണ്. വേറൊന്ന് ഇവിടെ തന്നിട്ടുള്ളത് മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ 12. പിന്നെ ഒന്ന് തന്നിട്ടുള്ളത് സോഡിയമാണ്. സോഡിയത്തിന്റെ അറ്റോമിക നമ്പർ 11. ഇങ്ങനെ അറ്റോമിക നമ്പർ 8 എന്നോ 12 എന്നോ 11 എന്നോ തന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ നമ്പർ തന്നെയാണ്. ഓക്കെ, 8 ഇലക്ട്രോണുകൾ. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 8 ഇലക്ട്രോണുകളാണ് ഉള്ളത്. 8 ഇലക്ട്രോണുകൾ. മഗ്നീഷ്യത്തിലാണെങ്കിൽ അപ്പൊ എന്ത് പറയാം? 12 ഇലക്ട്രോണുകൾ. അതുപോലെ സോഡിയം ആണെങ്കിലോ 11 ഇലക്ട്രോണുകൾ. ഇനി ഇവ അയോണുകളാവുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു മൂലകം അല്ലെങ്കിൽ ഒരു ആറ്റം അയോൺ ആകുന്നത്? അതിൽ നിന്ന് ഇലക്ട്രോണുകൾ പോവുകയോ അതിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഇവ അയോണുകൾ ആവുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള അയോണുകളുടെ സൈൻ പ്ലസ് എന്നാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം ഓരോന്നായിട്ട് കുറയ്ക്കുക. കാര്യം, ഒരു ഇലക്ട്രോൺ പോകുമ്പോഴാണ് പ്ലസ് സൈൻ കൂടുതൽ വരുന്നത്. ഇനി തന്നിട്ടുള്ള അയോണുകളുടെ സൈൻ മൈനസ് ആണെന്നിരിക്കെ, മൈനസ് ആണ് തന്നതെന്നുണ്ടെങ്കിലോ അത്രയും എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുക. ഓരോ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുമ്പോഴും ഓരോ മൈനസ് കൂടി വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം. O2- എന്ന് തന്നിട്ടുണ്ടല്ലോ, ഓക്സിജൻ O2- അല്ലെ. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് അതിൽ എന്താ മനസ്സിലാക്കാനുള്ളത്? 8 ഇലക്ട്രോണുകൾ ആദ്യമേ ഉള്ളതും പിന്നീട് 2 ഇലക്ട്രോണുകൾ വന്നതുമായി ടോട്ടൽ ഇവിടെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 10 ഇലക്ട്രോണുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 ഇലക്ട്രോണുകൾ. പ്ലസ് സൈൻ വന്നിട്ടുള്ള ഒന്ന് നോക്കിയേ, മഗ്നീഷ്യം അല്ലെ, Mg2+. Mg2+ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഗ്നീഷ്യത്തിൽ ആദ്യം 12 ഇലക്ട്രോണുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2+ എന്ന് പറയുന്നത് 2 ഇലക്ട്രോണുകൾ അതിൽ നിന്ന് നഷ്ടമായി എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് 10 ഇലക്ട്രോണുകളാണ്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സമ ഇലക്ട്രോണിക് സ്പീഷീസ് കണ്ടെത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഓരോന്നിലും നോക്കാം. ഇവിടെ നോക്കിയേ, മഗ്നീഷ്യത്തിൽ 12 ഇലക്ട്രോണുകളാണ്. O2- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞു 10 ഇലക്ട്രോണുകളാണ്. അപ്പൊ ഒരേ എണ്ണം ഇലക്ട്രോണുകൾ വരുന്ന ജോഡികളെയാണ് നമ്മൾ സമ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓപ്ഷൻ എ ഇതിൽ ഉൾപ്പെടുത്താനാവില്ല. അടുത്തത് നോക്കൂ, O2- വീണ്ടും 10 ഇലക്ട്രോൺ. Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞത് അല്ലെ. ഇതും സമ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ല. അടുത്തത് മഗ്നീഷ്യം 2+ എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോണുകൾ. Na എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 10 ഇലക്ട്രോണുകൾ. വീണ്ടും സമ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ല. O2- എന്ന് പറയുന്നത് 10 ഇലക്ട്രോണുകൾ. മഗ്നീഷ്യം എന്ന് പറയുന്നത് 12 ഇലക്ട്രോണുകൾ. ഇവയും സമ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ല. ദൗർഭാഗ്യവശാൽ ഈ ചോദ്യത്തിൽ കറക്റ്റ് ആൻസർ ഇല്ല. എന്നാൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജസ്റ്റ് ഇൻ കേസ് ഒന്ന് ശ്രദ്ധിക്കുക. സപ്പോസ് ഈ ചോദ്യത്തിൽ ഓപ്ഷൻ ബി ആണ് PSC ആൻസർ കീ ആയിട്ട് പ്രൊവിഷണലിൽ കൊടുത്തത്. അപ്പോ Mg2+ എന്നും Na+ എന്നുമാണ് ഉത്തരമെങ്കിൽ ഒന്ന് നോക്കിയേ ഓപ്ഷനുകളിൽ വന്നത്. അപ്പൊ നമുക്ക് രണ്ടിലും 10 ഇലക്ട്രോണുകൾ എന്ന് പറയാം. ഇത് റൈറ്റ് ആൻസർ ആണെന്ന് പറയാം. ഓക്കെ ആണേ? ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണേ? ആൻഡ് ഇതിലുള്ള മറ്റൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 15, 15ാമത്തെ ക്വസ്റ്റ്യൻ.
അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? പക്ക NCERT-യിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് സഹസംയോജക ബന്ധനം എന്നും അയോണിക ബന്ധനം എന്നും മനസ്സിലാക്കിയിരിക്കണം. ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ആനയോണിന്റെ വലിപ്പം കുറയുക, കാറ്റയോണിന്റെ ചാർജ് കുറയുക, കാറ്റയോണിന്റെ വലിപ്പം കൂടുക, കാറ്റയോണിന്റെ വലിപ്പം കുറയുക. മൊത്തത്തിൽ ഇതുമായി പ്രത്യേകിച്ച് ധാരണയില്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ രണ്ട് കറക്കം കറങ്ങി അത് അവിടെ നിർത്തും, അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. എന്നാൽ ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. അയോണിക ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ കൊടുത്തിട്ടും വാങ്ങിയിട്ടുമുള്ള രാസബന്ധനമാണ്. അപ്പൊ ഇലക്ട്രോണുകൾ കൊടുക്കൽ വാങ്ങലിലൂടെ ഉണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങി. എന്നിട്ട് Na+ഉം ക്ലോറിൻ മൈനസും ഇവരിങ്ങനെ അയോണുകളായിട്ട് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നു, ഒരുമിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇതിനെയാണ് അയോണിക സംയുക്തങ്ങൾ എന്ന് പറയാം. എന്നാൽ ചില സമയം ഈ അയോണിക സംയുക്തങ്ങളിലെ ചില മൂലകങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? കൊടുത്ത ഇലക്ട്രോണിനെ ഒന്ന് കാണിച്ചു തരൂ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതായത് ഫലത്തിൽ ഇപ്പൊ സപ്പോസ് സോഡിയം തന്നെയാണ് നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്നുണ്ടെങ്കിൽ, സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്തിട്ടാണ് എന്തായി മാറിയത്? പ്ലസ് ആയി മാറിയത്. ക്ലോറൈഡ് അയോൺ ആയി മാറുന്നത് സോഡിയത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വാങ്ങിയിട്ടാണ്. ഇനി ഈ വാങ്ങിയ ഇലക്ട്രോണിനെ വീണ്ടും ഇയാളുടെ അടുത്തേക്ക് തന്നെ ഇങ്ങനെ ചോദിക്കും, അടുത്തേക്ക് തന്നെ കാണണം എന്ന് പറയും. അപ്പൊ ക്ലോറൈഡ് എന്ത് ചെയ്യും? ഇലക്ട്രോണുകൾ എങ്ങനെ അടുത്തേക്ക് നീക്കി കൊടുക്കും. അപ്പൊ ഫലത്തിൽ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ കൊടുത്തു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥിതി വരും. ഇതിനെയാണ് ഭാഗികമായ സഹസംയോജക സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പിക്ചർ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണുക. ഇലക്ട്രോൺ കൊടുത്തെങ്കിൽ കൂടി ആ കൊടുത്ത ഇലക്ട്രോണിനെ തന്റെ അടുത്തേക്ക് തന്നെ വലിക്കുന്ന കാറ്റയോണിന്റെ സ്വഭാവം. അതല്ലെങ്കിൽ വാങ്ങിയ ഇലക്ട്രോണിനെ കാറ്റയോണിന്റെ അടുത്തേക്ക് നീക്കി വെച്ചു കൊടുക്കുന്ന ആനയോണിന്റെ സ്വഭാവം. ഇത് രണ്ടുമാണ് ഭാഗിക സഹസംയോജക ബന്ധനം ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ പഠിച്ച് തലേ കയറുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. അതായത് അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരാനുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത്, ഇപ്പൊ കാറ്റയോണുകളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് 3 പോയിന്റ്സ് പറയാം. കാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്, അല്ലേ? ഇവിടെ തന്നെ എന്താ ഒരു പ്ലസ് എന്ന് കാണുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള അല്ലെങ്കിൽ ഇലക്ട്രോൺ കൊടുത്തിട്ടുള്ള ആളുടെ സൈസ്, വലിപ്പം ചെറുതാകുമ്പോൾ കൂടുതൽ വലിക്കാനുള്ള കഴിവ്. അപ്പൊ വലിപ്പം ചെറുതാകുമ്പോൾ സഹസംയോജക സ്വഭാവം ഉണ്ടാകുന്നു. ഓക്കെ, രണ്ടാമത്തത് ചാർജ്. കാറ്റയോണിന്റെ ചാർജ് കൂടുമ്പോൾ സഹസംയോജക സ്വഭാവം ഉണ്ടാകുന്നു. ചാർജ് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത്, നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകണമെന്നില്ല, അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും ഈ ഭാഗത്തുനിന്ന് ചോദ്യം വന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് PNGC, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരുന്ന ചില മൂലകങ്ങളുണ്ട്. അപ്പൊ അതിന് ഉദാഹരണം ഇത് മാത്രം തൽക്കാലം അങ്ങ് വിഴുങ്ങി പഠിച്ചു വെച്ചോളുക. Cu+, Ag+, Au+, ചെമ്പ്, വെള്ളി, സ്വർണം. ഇനിയോ അടുത്ത ആളുകളെ നമുക്ക് നല്ല പരിചയമുള്ള ആളുകൾ തന്നെയാണ്. സിങ്ക് Zn2+, കാഡ്മിയം 2+, മെർക്കുറി 2+. കപട സംക്രമണ മൂലകങ്ങൾ എന്ന് പഠിച്ചു വെച്ചിട്ടുള്ള 3 ആൾക്കാര്. അപ്പൊ ചെമ്പ്, വെള്ളി, സ്വർണം കപട സംക്രമണ മൂലകങ്ങൾ. ഇവർ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഇവെന്തായാലും സഹസംയോജക സ്വഭാവം, ഇവർ കൂടുതൽ ഇലക്ട്രോണുകളെ ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ പോലെ തന്നെയാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ, പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, വന്നു കഴിഞ്ഞാൽ കോവാലന്റ് സഹസംയോജക സ്വഭാവം കൂടുതലായിട്ടാണ് വരിക. ഈ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇനി ആനയോണിന്റെ കേസിലുള്ള 2 കാര്യങ്ങൾ കൂടി ഓർക്കാം. ആനയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ വാങ്ങി നെഗറ്റീവ് ചാർജ് ആയി നിൽക്കുന്ന അയോണുകളാണ്. ആനയോണുകളുടെ
സൈസ്, ആനയോണുകളുടെ സൈസ്, വലിപ്പം കൂടുമ്പോൾ, ആനയോണുകളുടെ വലിപ്പം കൂടുമ്പോൾ വലിയതാണെങ്കിൽ അവർക്ക് കിട്ടിയ അയോണുകളെ തന്നെ പിടിച്ചു വെക്കാൻ, കൂടുതൽ ആകർഷിച്ചു നിർത്താൻ കഴിയാതെ വരുന്നു. തൽഫലമായി അപ്പുറത്തുള്ള കാര്യക്കാരൻ ഇലക്ട്രോണിനെ വലിക്കുന്നു. ഓക്കെ, ഇനി ചാർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടു പേർക്കും ഒരേപോലെ തന്നെയാണ്. ചാർജ് കൂടുമ്പോൾ സഹസംയോജക സ്വഭാവം കൂടുകയാണ്. ഈ 5 പോയിന്റ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോളൂ. ഇപ്പോഴൊക്കെയാണ് അയോണിക സംയുക്തത്തിന്റെ ഉള്ളിൽ സഹസംയോജക സ്വഭാവം വരുന്നത്. ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് നോക്കാലോ. ഓക്കെ, ആദ്യം ആനയോണിന്റെ വലിപ്പം കുറയുക അല്ല, നമ്മൾ ഇപ്പൊ പറഞ്ഞത് ആനയോണിന്റെ വലിപ്പം കൂടിയാലാണ് സഹസംയോജക സ്വഭാവം വരുന്നത് എന്നാണ്. കാറ്റയോണിന്റെ ചാർജ് കുറയുക, ചാർജ് രണ്ടു പേർക്ക് കൂടുമ്പോഴാണ് സഹസംയോജക സ്വഭാവം വരുന്നത്. കാറ്റയോണിന്റെ വലിപ്പം കൂടുക, കാറ്റയോണിന്റെ വലിപ്പം കൂടിയത് കൊണ്ട് കാര്യമില്ല, വലിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ ഏതാണ് ഉത്തരം വരുന്നത്? കാറ്റയോണിന്റെ വലിപ്പം കുറയുക എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഇനി മറ്റൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഇത്രയും കാര്യങ്ങളാണ്, ഈ 5 പോയിന്റ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഫജാൻസ് റൂളുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്കാ NCERT എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഒരു ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അമ്ലശക്തി, അസിഡിറ്റി ഏറ്റവും കൂടുതൽ, ആസിഡിക് സ്വഭാവം ഏറ്റവും കുറവുള്ളത് ആർക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ വന്നിട്ടുള്ളത് HF, CH4, NH3, H2O ഇത്രയും സാധനങ്ങളാണ്. ഇതിൽ ആസിഡ് സ്വഭാവം, ആസിഡ് എന്ന് പറയുന്നത് H+ എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നവരെ നമുക്ക് സ്ട്രോങ് ആസിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇതിന് എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? ഇതിൽ ഉത്തരം വരുന്നത് നമുക്ക് നോക്കാം. ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കിതിൽ ഹൈഡ്രജൻ ഒഴികെയുള്ള മറ്റ് പ്രധാന ആറ്റം ഏതാണ് എന്ന് നോക്കാം. ആദ്യത്തെ ആള് നമുക്ക് ആരൊക്കെയാണുള്ളത്? ഫ്ലൂറിൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഇവയെ നമുക്ക് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇങ്ങനെ വരും അല്ലെ. അതായത് ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുന്ന ഓർഡറിൽ വെച്ചു. ഇനി ഇവരിലൊക്കെ ഹൈഡ്രജൻ ചേർന്നിട്ടുള്ളതാണ് ഈ തന്നിട്ടുള്ള ആസിഡുകൾ. ഓക്കെ, ആസിഡ് സ്വഭാവം കൂടുതൽ ഏത് എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? H+ അയോണിനെ എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നവരെ നമുക്ക് ആസിഡ് എന്ന് പറയാം. അപ്പൊ ഇതിൽ H+ അയോണുകൾ എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നത് നമ്മൾ ഈ ഓർഡറിൽ പഠിച്ചു വെച്ചിട്ടില്ല. പകരം നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെച്ചോളാം. ഞാനിത് മനസ്സിലാക്കാനുള്ള ഒരു അല്ലാതെ നമ്മൾ ഇതിനെ എക്സാക്ട്ലി ഈ രീതിയിലല്ല നമ്മൾ ഇത് സോൾവ് ചെയ്യാം. H+ അയോണിനെ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നവർ എന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആലോചിക്കാന്നറിയോ? ഇലക്ട്രോണിനെ പെട്ടെന്ന് വാങ്ങുന്നവർ. H+ന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇലക്ട്രോണിനെ വാങ്ങുക. അപ്പൊ ഒന്നുകിൽ H+നെ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നവർ, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ പെട്ടെന്ന് വാങ്ങുന്നവർ, അവരായിരിക്കും സ്ട്രോങ്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ വരുന്നത് ആർക്കാണ്? ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈ കൂട്ടത്തിൽ കൂടുതൽ വരുന്നത്. അപ്പൊ ഏറ്റവും സ്ട്രോങ് ആസിഡ് ആയിട്ട് വരുന്നത് ഇപ്പൊ ഇതിൽ ആരായിരിക്കും? HF ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇലക്ട്രോണിനോടുള്ള അട്രാക്ഷൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി വീണ്ടും 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 കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. CH4 ആണ് ഇവിടെ ഏറ്റവും ശക്തി കുറഞ്ഞ ആസിഡ് വരുന്നത്. നമ്മളോട് ഏറ്റവും നമ്മളെ ശക്തി കുറവ് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ കാർബണും 4 ഹൈഡ്രജനും തമ്മിൽ ശക്തിയേറിയ കൊവാലന്റ് ബോണ്ട് ആണ്, അവർക്ക് H+നെ വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അങ്ങനെയും നമുക്ക് പറയാം. അല്ലെങ്കിൽ H+നെ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നവർ സ്ട്രോങ് ആസിഡ് ആയിരിക്കും. അതിന് ഓപ്പോസിറ്റ് ആയി ഇലക്ട്രോണിനെ പെട്ടെന്ന് വാങ്ങുന്നവർ സ്ട്രോങ് ആസിഡ് ആയിരിക്കും. അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താം. ഏതായാലും ഈ ചോദ്യപേപ്പർ വളരെ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏത് വർഷമായിരുന്നു? 2019 അല്ലെ. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് നമ്മൾ ആചരിച്ചത് 2019 ആണ്. ഇത് നമ്മുടെ മെൻഡലിയഫ്, ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മെൻഡലിയഫ് തന്റെ ക്രമാവർത്തന നിയമം അവതരിപ്പിച്ച വർഷത്തിന്റെ 150-ാം വാർഷികമാണ്. ക്രമാവർത്തന നിയമം അല്ലെങ്കിൽ ആദ്യമായി പീരിയോഡിക് ലോ അവതരിപ്പിച്ചത്. ഓക്കെ, ആദ്യമായി പീരിയോഡിക് ലോ അവതരിപ്പിച്ചതിന്റെ 150-ാം വാർഷികമാണ് 2019.
1869 ആദ്യമായി പീരിയോഡിക് ലോ അവതരിപ്പിച്ചത്. സോ അതിന്റെ 150ാം വാർഷികം. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തൊട്ടടുത്ത് നടന്ന 2022 നടന്ന LPSC എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. വളരെ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിലെ കെമിസ്ട്രി ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ അതിലെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.